നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഷാലുവിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം പ്ലീസ്. ഒരിക്കലും മറക്കാനാവാത്ത നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഗ്രാമഫോൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു മൊമെൻ്റാണ്. കാര്യം ഒരു ദിവസം യാദൃച്ഛികമായിട്ട് എനിക്ക് എൻ്റെ SMS സ്ക്രീനിൽ ഞാനൊരു മെസ്സേജ് കാണുവാണ്. എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഷാലു ഗ്രാമഫോണുമാണ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. ഓക്കെ. അങ്ങനെ ഞാൻ അതിനുശേഷം ഷോയ്ക്ക് ശേഷം ഞാൻ അയാളെ വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾ എഴുതിയത്? കാര്യം ജീവിതത്തിലേക്കൊക്കെ മടക്കിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ താണ്ടി ഞാൻ അവസാനം ഇതൊക്കെ നികത്താനായിട്ട് ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ ഇതൊക്കെ നികത്തി, ഇവിടുത്തെ ജോലി കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു. അവസാനം ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു 2 മാസത്തിനകം ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അവിടെ, കാര്യം അവൾ ഒരിക്കലും മെൻ്റലി നല്ലൊരു കുട്ടിയായിരുന്നില്ല. അപ്പോൾ ആ കുട്ടി അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ ആകപ്പാടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക്, കാര്യം ഏതൊരു പുരുഷനാണെങ്കിലും തകർന്നു പോകുമല്ലോ. കാര്യം ഇത് കേൾക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന്, അതായത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന 2 മാസം ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തുള്ള ഒരുപക്ഷെ വീട്ടുകാരെയൊക്കെ പിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് കൊണ്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം ഈ കുട്ടിക്ക് എന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാൻ അധികം അവളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് പുറത്തു വന്നത്. അത് മാത്രമല്ല, ആ കുട്ടി സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ അവളെ വളരെയധികം സ്നേഹിച്ചു പോയി. അപ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കും ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായി. സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പലർക്കും പല നിമിഷങ്ങളിലും തോന്നിയിട്ടുള്ളൊരു വികാരം തന്നെയായിരിക്കും അത്. അങ്ങനെ അയാൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ, ഇവിടെ തന്നെ ചെയ്യാം, കാര്യം നാട്ടിലെങ്ങും ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ ചെയ്യാം എന്നുള്ള തയ്യാറെടുപ്പിൽ ഞാൻ വരുവാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഇതേപോലെ ഞാൻ റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ റേഡിയോയിൽ ഞാനിങ്ങനെ ഗ്രാമഫോൺ കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് അകത്തോട്ട് കയറി വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് റേഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോഴേ ഷാലു ഇതിനെക്കുറിച്ച് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ അതിനെയൊക്കെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് ഉറ്റുനോക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോവുക. ഇതിനു മുമ്പേ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാര്യം എൻ്റെ അപ്പോഴും ഞാൻ സ്വയം ചിന്തിച്ചു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറയണേ, ഞാൻ സ്വയം ചിന്തിച്ചു, ശരിയാണ്, ഇതെൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായ ഒരു തെറ്റല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു റീതിങ്കിങ്, ഒരു പുനർചിന്ത എനിക്കുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും ഒരു മിനിറ്റ് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഇതല്ല, ഒരു തെറ്റും ശരിയും ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ചില സമയത്ത് ആരുടെങ്കിലും ഒരു തിരിച്ചൊരാൾ വിളിച്ചാൽ മതിയാവും, അയ്യോ ഞാൻ എന്താ ചെയ്യാൻ പോയതെന്ന് ചിന്തിക്കും. അതെ, ആ ഒരു പാട്ടാണ് ഇവിടെ ഗ്രാമഫോൺ ചെയ്തത്. അപ്പൊ ആ ഒരു വാക്കുകൾ എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ദൈവത്തിന്റെ ഒരു വാക്കായിരിക്കാം ഒരുപക്ഷെ. കാര്യം ആ സമയത്ത് അദ്ദേഹം ആ റൂമിലേക്ക് വരുന്നു, ആ സമയത്ത് ഞാൻ ഈ വാക്കുകൾ പറയുന്നു. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു ശ്രോതാവ് അയച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ട് കിടന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ജീവിതം തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വഴിയിലേക്ക് പോയില്ല. ഇന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് വീണ്ടും വിവാഹിതനായി വളരെ സന്തോഷവാനായിട്ട് വീണ്ടും ജീവിക്കുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷം. കാര്യം ഒരാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞ, കാര്യം ജീവൻ എന്ന് പറയുന്നത് വളരെയധികം പ്രഷ്യസ് ആണ്. നമുക്കൊരിക്കലും ഒരാൾക്ക് നൽകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ബാക്കിയെല്ലാം നമുക്ക് നൽകാം, ധനം നൽകാം, അല്ലെങ്കിൽ ആഹാരം, മറ്റുള്ള സുഖസൗകര്യങ്ങളെല്ലാം നമുക്ക് നൽകാം. പക്ഷെ ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കൊരിക്കലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ടിന്റെ സെലക്ഷൻ അതെങ്ങനെയാണ്, അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇന്ന ദിവസം ഏത് പാട്ട് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ഇങ്ങനെ ശോകമൂകമായ പാട്ടുകൾ, അല്ലെങ്കിൽ ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ള മെലഡികൾ, അങ്ങനെ വല്ലൊരു തീരുമാനം ഉണ്ടോ? അല്ലെങ്കിൽ അത് മാത്രമല്ല നിഷ, പലപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഷാലുവിന് എങ്ങനെയാണ്, ഷാലുവിന് ഇപ്പൊ ഇത്രയും പ്രായമൊന്നും ഈ ഒരു കളക്ഷനെ പറ്റി എങ്ങനെയാണ് ഷാലുവിന് അറിയാവുന്നത്? ഈ പാട്ടുകൾ, പ്രത്യേകിച്ചും 80s പാട്ടുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പണ്ടെങ്ങോ കേട്ടിട്ടുണ്ട്, പിന്നെ കുറെ കാലമായിട്ട് പാട്ടുകളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നെ എപ്പോഴും ഒരു ദിവസം ഗ്രാമഫോണിലൂടെ കേൾക്കുന്നു. ഈ പാട്ട് എങ്ങനെയാണ്? ഇതിന്റെ പിന്നിൽ വളരെയധികം ഒരു റിസർച്ച് ഉണ്ട്.
പിന്നെ ഈ ഒരു റിസർച്ചിന് എന്നെ സഹായിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ എൻ്റെ വീടിനടുത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിയേറ്ററിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഷോ ഉണ്ടാവുമല്ലോ, മാറ്റ്നി, അതേപോലെ തന്നെ വൈകിട്ട്, പിന്നെ സെക്കൻഡ് ഷോ. ഈ 3 ഷോയ്ക്കും വളരെ നീണ്ട, അതായത് ഒരു 2 മണിക്കൂർ മുന്നേ തന്നെ അവർ പാട്ടിടാൻ തുടങ്ങും. ആ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അന്നൊക്കെ ഉറക്കെ വെക്കും പാട്ടുകൾ, ഏകദേശം അടുത്തൊക്കെ ഉള്ള വീടിന് മൊത്തവും കേൾക്കാൻ പറ്റും. അപ്പം അശോക തിയേറ്റർ എന്നാണ് പേര്. ഇപ്പൊ എന്റെ വീടിനടുത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. പരവൂര് അശോക തിയേറ്റർ. ഈ തിയേറ്റർ പിന്നെ മിലൻ തിയേറ്ററായി മാറി. ഈ അശോക തിയേറ്ററിൽ ഈ പാട്ടുകൾ ഇടുന്ന സമയത്താണ് ഞാൻ ഈ പാട്ടുകളൊക്കെ വളരെ ചെറുതിലെ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആ പാട്ടുകളിൽ നിന്നാണ് എനിക്ക് പാട്ടിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നിയത്. അവിടെ വളരെ വ്യത്യസ്തമായ പാട്ടുകൾ, അന്നത്തെ ഉള്ള പാട്ടുകൾ അറിയാലോ, ഇന്നത്തെ കണക്കുള്ള പാട്ടുകളെക്കാട്ടിയും കൂടുതൽ അന്നായിരുന്നല്ലോ കുറച്ചുകൂടെ നല്ല പാട്ടുകൾ. അപ്പൊ ആ പാട്ടുകളെല്ലാം എൻ്റെ മനസ്സിന്റെ കോണിൽ എവിടെയൊക്കെയോ കിടപ്പുണ്ട്. അതിന്റെ ഭാവം അല്ലെങ്കിൽ ആ ഒരു ട്യൂൺ, അതൊക്കെ എൻ്റെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട്. എവിടെയെങ്കിലും ഞാൻ ഈ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ ഞാനത് വീണ്ടും ഓർമ്മിക്കും, ഇന്നൊരു പാട്ടുണ്ടായിരുന്നു, ഓക്കെ, ഈ പാട്ട്. അപ്പൊ പിന്നെ ഞാൻ ആ പാട്ടിന് വേണ്ടിയുള്ള ഒരു അലച്ചില് തന്നെയായിരിക്കും. പണ്ട് വേറൊരു കാര്യമുണ്ട്, ഈ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ തിയേറ്ററുകളിലൊക്കെ വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഒരുപാട് വൈകി. കാര്യം വർഷങ്ങൾ തന്നെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ഈ സിനിമകൾ വീണ്ടും ഇടുന്നവര്. ഇന്നിപ്പോ ആ ഒരു അവസ്ഥ കാണുന്നില്ല, പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പിന്നെ എൻ്റെ വളരെ കാലം മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകൾ വരെയും എനിക്ക് അങ്ങനെ പോയി കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഭാവത്തെ സ്പർശിക്കുമ്പോഴാണ് പലപ്പോഴും പല പാട്ടുകളും പലർക്കും തോന്നും, അയ്യോ ഈ പാട്ട് എൻ്റെ കുഞ്ഞിലെ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ഇന്ന തിയേറ്ററിൽ ഞാൻ ഇരുന്ന് കണ്ടിരുന്നു, അന്ന് വന്നിരുന്ന സിനിമയാണ്. അപ്പൊ അത് അവരുടെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ആയിട്ട് മാറി. ഇതേപോലെ തന്നെ ഞാൻ ഈ പടയോട്ടം എന്ന് പറയുന്ന സിനിമ കണ്ട ഒരു രംഗം, ഞാനന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞ രംഗം. കാര്യം അതിനകത്തൊരു രംഗമുണ്ട്, നസീറിനെ ഇങ്ങനെ ചങ്ങലയ്ക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് വെള്ളം ഇങ്ങനെ, കാര്യം നസീറിന് വെള്ളം കുടിച്ചോളാൻ വയ്യ, അപ്പൊ അത് ആ ഫീല് കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ കുട്ടി വന്നിട്ട് നിലത്തൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്ക്, ഈ പകുതി വരുമ്പോഴത്തേക്ക് ഏതോ ഒരു കപ്പലിലാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്തൊരു ദിവസം അത് ടെലിവിഷനിൽ വരികയും ചെയ്തിരുന്നു. കപ്പലിൽ എന്നിട്ട് ഒരാൾ വന്നിട്ട് ആ വെള്ളം ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അത് കുടിക്കും എന്നുള്ളൊരു സ്ഥിതി എത്തിയപ്പോഴത്തേക്ക്, എന്നിട്ട് ആ കുട്ടിയെ ചെന്നിട്ട് അടിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴേക്കും അതിന്റെ അമ്മ ഓടി വന്ന് ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇപ്പോഴും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ഭാവങ്ങളെയും നമുക്ക് ചിലപ്പോഴെങ്കിലും സ്പർശിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അടുത്ത ഗാനം വരുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. രേഷ്മ മേനൻ എന്ന് പറയുന്ന കുട്ടിയാണ് പാടുന്നത്. ഒരുപാട് സ്റ്റേജ് ഷോസിലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുട്ടിയാണ്. നെയ്ട്രിയില്ലാതും തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു വികാരം, എന്തോ ഒന്ന്, എനിക്ക് എന്തോ ഒരു പുതുമ എനിക്ക് തോന്നുന്നു. അതെന്താണ് എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് ആ വരികൾ. എനിക്ക് വലുതായിട്ട് തമിഴിലെ അർത്ഥമൊന്നും അറിയില്ല, എന്നാലും ആ ഒരു ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും മൂളുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രണയഗാനം തന്നെയാണ്. നമുക്ക് അത് കേട്ടിട്ട് തിരിച്ചു വരാം.
പ്രണയവും വിശേഷവും സംഗീതവും ഒക്കെ ആയിട്ടൊരു നല്ല എപ്പിസോഡ് ഒന്ന് ഫിനിഷ് ചെയ്യാണ്. നമ്മളെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതല്ല ശാലിന് വളരെയധികം നന്ദി. ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നു എന്നുള്ള മാത്രമല്ല, ഒരുപാട് എൻ്റെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കും കിട്ടി. കാര്യം നമുക്ക് ഇവിടെയുള്ള ഈ ഒരു തിരക്കിട്ട ഈ ഒരു ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ നമുക്കൊന്നും പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. എന്തായാലും അതിനൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം. പ്രണയപൂർവമായ ഒരു എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം.